കർണാടകയിലെ KGFൽ അതായത് കോളാർ ഗോൾഡ് ഫീൽഡിൽ സ്വർണ്ണ ഖനന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനുള്ള കേന്ദ്രത്തിന്റെ പദ്ധതിക്ക് കർണാടക സർക്കാർ അംഗീകാരം നൽകി. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഭാരത് ഗോൾഡ് മൈൻസ് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലാണ് ഈ ഖനികൾ. നിലവിൽ പ്രവർത്തനരഹിതമായ കമ്പനിയുടെ പേരിലുള്ള 2330 ഏക്കർ ഭൂമി സർക്കാരിലേക്ക് കണ്ടുകെട്ടി അവിടെ വ്യവസായ ടൗൺഷിപ്പ് തുടങ്ങാൻ കർണാടക സർക്കാർ അനുമതി തേടിയിട്ടുണ്ട്. കമ്പനിയിൽ നിന്നും 2330 ഏക്കർ സ്ഥലം സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇതിന് പ്രതിഫലമായി കമ്പനി സർക്കാരിന് നൽകാനുള്ള 75.24 കോടി രൂപയുടെ കടം സർക്കാർ ഇളവ് ചെയ്ത് നൽകും. മൈൻസ് ആൻഡ് മിനറൽസ് റെഗുലേഷൻ ആൻഡ് ഡെവലപ്മെന്റ് അമെൻഡ്മെന്റ് ആക്ടിലെ 17ാം വകുപ്പ് പ്രകാരം 1003.4 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന KGFലെ 13 സ്വർണ്ണ ഖനികളിൽ ഖനന പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കേന്ദ്ര സർക്കാരിന് അനുമതി നൽകിയതായി സംസ്ഥാന നിയമമന്ത്രി HK പാട്ടീൽ പറഞ്ഞു. ഖനന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതോടുകൂടി ഈ പ്രദേശത്തെ നിരവധി പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KGFൽ നിലവിലുള്ള 13 സ്വർണ്ണ ഖനികളിൽ നിന്ന് ഖനനം ചെയ്തെടുത്ത കൂറ്റൻ മൺകൂനകളിൽ നിന്ന് സ്വർണം വേർതിരിക്കാനാണ് നീക്കം. 140 വർഷങ്ങളോളം പഴക്കമുള്ള ഈ സ്വർണ്ണഖനി 20 വർഷത്തിനു ശേഷമാണ് വീണ്ടും തുറക്കുന്നത്. കുറഞ്ഞുവരുന്ന ധാതു നിക്ഷേപം മൂലവും വർദ്ധിച്ച ഉൽപാദന ചെലവും വിലയിലുണ്ടായ ഇടിവും കാരണം 2001 ഭാരത് ഗോൾഡ് മൈൻസ് KGFലെ പ്രവർത്തനം അവസാനിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ ആധുനിക സാങ്കേതികവിദ്യയും ഉയർന്ന തലത്തിലുള്ള സംവിധാനങ്ങളും ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ കോലാറിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഖനിയുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിലേക്ക് സർക്കാരിനെ നയിച്ചത്. നിലവിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഇറക്കുന്ന രാജ്യങ്ങളിൽ രണ്ടാമത് ഇന്ത്യയാണ്. ഒരു വർഷം 900 മുതൽ 1000 ടൺ വരെ സ്വർണമാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. ആഭ്യന്തര ഉൽപാദനം വെറും 2 മുതൽ 3% വരെ മാത്രമാണ്. 1003 ഏക്കറിലാണ് KGFൽ സ്വർണ്ണഖനി സ്ഥിതി ചെയ്യുന്നത്. മുമ്പ് ഖനികളിൽ നിന്ന് സ്വർണം വേർതിരിക്കാൻ ഉപയോഗിച്ച സയനൈഡ് കലർന്ന മണ്ണിൽ നിന്ന് ആദ്യഘട്ടത്തിൽ സ്വർണം വേർതിരിച്ചെടുക്കും. ആധുനിക സാങ്കേതികവിദ്യ ഇതിനായി ഉപയോഗപ്പെടുത്തും. നിലവിലെ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് 1 ടൺ മണ്ണിൽ നിന്ന് 1 ഗ്രാം സ്വർണമാണ് ലഭിക്കുക. പാർലമെന്ററി കാര്യമന്ത്രി HK പാട്ടീൽ പറഞ്ഞു. ഈ ഖനികളിൽ 3.3 കോടി ടൺ മണ്ണാണുള്ളത്. സയനൈഡ് ചേർത്ത് സ്വർണം വേർതിരിച്ച ശേഷം ബാക്കി വന്ന മണ്ണാണ് ഇത്. വിലയേറിയ ലോഹങ്ങളിലൊന്നായ പല്ലേഡിയം അടക്കമുള്ളവ ഇവിടെ നിന്ന് ഖനനം ചെയ്യാനും നീക്കമുണ്ട്. പദ്ധതികളിലൂടെ 1,73,859.42 കോടി രൂപയുടെ വരുമാനമാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അടുത്ത 6 മാസത്തിനുള്ളിൽ കോലാറിലെ ഖനികൾ ലേലം ചെയ്യാനുള്ള നീക്കമാണ് കേന്ദ്രം നടത്തുന്നതെന്നാണ് റിപ്പോർട്ട്. വിദേശ കമ്പനികളുടെ അടക്കം സഹകരണവും കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ആഫ്രിക്കൻ ഖനികൾ കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ആഴമേറിയ രണ്ടാമത്തെ സ്വർണ്ണഖനിയായിരുന്നു ബംഗളൂരുവിൽ നിന്ന് 65 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന കോലാർ ഖനി. 1802 ലഫ്റ്റനന്റ് ജോൺ വാറൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായി സർവേ നടത്തുന്നതിനിടയിലാണ് ഈ മേഖലയിലെ സ്വർണ്ണ നിക്ഷേപത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകുന്നത്. 1873 ഇവിടെ ആധുനിക രീതിയിലുള്ള ഖനനം ആരംഭിച്ചത്. 3 കിലോമീറ്റർ ആഴത്തിൽ നിന്നുവരെ ഇവിടെ സ്വർണ്ണ ഖനനം നടത്തിയിരുന്നു. ഇവിടുത്തെ തുരങ്കങ്ങളുടെ ആകെ നീളം 1400 കിലോമീറ്റർ വരുമെന്നാണ് കണക്ക്. 300 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന 13ഓളം കുന്നുകളിൽ ഭൂരിഭാഗവും ഇപ്പോൾ വെള്ളം നിറഞ്ഞ നിലയിലാണ്. കർണാടകയിലെ കോലാർ എന്ന ഖനിയെക്കുറിച്ചറിയാനും വീണ്ടും ചർച്ചയാകാനും യാഷ്, പ്രശാന്ത്, നീൽ ചിത്രം KGF ചെറുതല്ലാത്തൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. KGF 1ാം ചാപ്റ്ററും 2ാം ചാപ്റ്ററും റിലീസ് ചെയ്തതോടെ ഖനിയെക്കുറിച്ചുള്ള ചർച്ചകൾ ചൂടുപിടിച്ചു. ഇതിനിടെ ഖനി തുറക്കണമെന്ന ആവശ്യം വീണ്ടും ഉയർന്നു തുടങ്ങിയിരുന്നു. കോലാർ ഗോൾഡ് ഫീൽഡ് മണ്ഡലത്തിലാണ് ഈ സ്വർണ്ണ ഖനി സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്ത് ഒരു ഖനിയുടെ പേരിലുള്ള ഏക നിയമസഭാ മണ്ഡലമാണ് ഇത്. തൊഴിൽപരമായി പ്രദേശവാസികൾ ഖനിയെ ഏറെ ആശ്രയിച്ചിരുന്നു എന്നതുകൊണ്ട് ഓരോ തെരഞ്ഞെടുപ്പടുക്കുമ്പോഴും സ്ഥാനാർത്ഥികൾ വാഗ്ദാനങ്ങളുമായി എത്തും. കോലാർ സ്വർണ്ണ ഖനി തുറക്കുമെന്ന സ്ഥിരം പല്ലവി കേൾക്കാൻ തുടങ്ങിയിട്ട് 2 പതിറ്റാണ്ടായി. CPI അടക്കമുള്ള പാർട്ടികളും ഖനി തുറക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസ് നേതാവ് KH മുനിയപ്പയുടെ മകൾ രൂപ്കല ശശിധറാണ് KGFലെ MLA. ഖനി വീണ്ടും തുറക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരുകൾ ഏറെക്കാലമായി നടത്തിവരികയായിരുന്നു. 2020 മിനറൽ എക്സ്പ്ലോറേഷൻ കോർപ്പറേഷൻ ഇവിടെ ധാതു വിഭാഗങ്ങളുടെ ഖനനങ്ങളും പരിശോധനയും നടത്തിയിരുന്നു.
ധാതുവിഭവങ്ങൾ അടങ്ങിയ മണ്ണും അല്ലാത്ത ഇടങ്ങളും തിരിച്ചറിയാനായി ഡ്രില്ലിംഗും ആരംഭിച്ചിരുന്നു. ഇവിടെ ഇൻഡസ്ട്രിയൽ പാർക്ക് വരുന്നതിനടക്കം കേന്ദ്രത്തിന്റെ സഹായമുണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ.